അവിടുന്ന് 170 അത് കറക്റ്റ് അല്ലേ? ഓക്കെ. പ്രാഞ്ചേട്ടാ, പ്രാഞ്ചേട്ടാ ഒന്നിങ്ങോട്ട് വന്നേ. ഒന്നിങ്ങോട്ട് വന്നേ. ഇവിടുന്ന് ലെഫ്റ്റിലേക്കല്ലേ പോണ്ട്? അതെ, അങ്ങോട്ട് പിടിച്ചോളൂ. എന്താടേ ദേ അവരെന്താ കാണിക്കുന്നത് നോക്കി. എന്താ ആ ഹലോ, എന്താ കാട്ടണത് നിങ്ങള്? ഹലോ, ആരാ നിങ്ങള്? പേടിക്കാനൊന്നുമില്ല, ഞങ്ങൾ ഈ വില്ലേജിൽ നിന്ന് വരിക. ചെറിയൊരളവ് അത്രേ ഉള്ളൂ. എന്തിന്റെ അളവാത്? ഏയ് അളക്കാനിത് പുറമ്പോക്ക് ഭൂമിയൊന്നും അല്ല. ഇതിന് വ്യക്തമായ ആധാരവും മറ്റു രേഖകളൊക്കെ ഉള്ളതാ. മേഡം, ഞങ്ങൾ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. അതെ, എന്തായാലും സ്വന്തം സ്ഥലത്ത് വില്ലേജിൽ നിന്നൊക്കെ വന്ന് കുറ്റിയടിക്കുമ്പോ അതെന്താണെന്ന് അറിയാനുള്ള ഒരു അവകാശം ഞങ്ങൾക്ക് ഇല്ലേ? അവകാശമൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഈ സ്ഥലം അളക്കണം എന്തിനാന്ന് വിശദമായി പറഞ്ഞുതരാൻ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അതാ പ്രശ്നം. പിന്നെ എന്തുകൊണ്ടാ നിങ്ങൾ ഈ പണി ചെയ്യണേ? മോളിൽ നിന്നുള്ള ഒരു ഓർഡർ. എന്ത്? ഇത് പുറമ്പോക്കാണെന്ന് അളക്കാനോ? മേഡം, ഇത് നിങ്ങളുടെ പറമ്പിൽ മാത്രമല്ല, ഞങ്ങൾ തൃശ്ശൂർ കുന്നോളം ഹൈവേന്ന് പിടിച്ചു തുടങ്ങിയതാ. എന്തെങ്കിലുമൊക്കെ ചെയ്യ്, അല്ലാതെ അളക്കണവർക്കും അറിയില്ല. പിന്നെ എന്തുട്ടാ ചെയ്യാ? ചില സൂചനകൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത് പറയത്ത്. എന്നാ പിന്നെ ആ സൂചന എന്തെങ്കിലും ഒന്ന് പറയേ. കൊച്ചി മെട്രോ എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാതിരിക്കാൻ എന്താ? ഇവിടുത്തെ ആലീസ് ഇപ്പൊ മെട്രോയിൽ ഉണ്ടാവും. രാവിലെ ടിക്കറ്റ് എടുക്കാൻ തന്നെ വിളിച്ചിരുന്നു പ്രാഞ്ചേട്ടാ. സാറേ, കാര്യം തൊട്ടാ പറഞ്ഞേ. മെട്രോ തൃശ്ശൂർ വരെ എത്തി എന്നുള്ള കാര്യം ചർച്ചയിലാണെന്ന് അറിയാലോ. അതൊക്കെ അറിയാം. അത് കഴിഞ്ഞാ മെട്രോ കുന്നോളം വരെ നീട്ടാനുള്ള പരിപാടി ഉണ്ട്. അച്ചോ, ആലീസ് ചേച്ചിക്ക് ഇപ്പൊ പോണ്ട വല്ല കാര്യമുണ്ടോ? അത് ഇവിടെ വരുമ്പോ കേറിയാ പോരായിരുന്നോ? നാളത്തെയും മറ്റന്നാളത്തെയും കാര്യമല്ല പറയണേ. അങ്ങനെ വരുമ്പോഴേക്കും സ്ഥലമൊക്കെ ഒന്ന് നോക്കി വെക്കാന്നുള്ള ഒരു ഓർഡർ ഉണ്ട്. അത് ശരി. അതിനിപ്പോ ഇവിടെ എന്തുട്ടാ? അതായത് അതിൽ ഒരു തൂണ് ഇവിടെ വരിക. അപ്പൊ ഞങ്ങൾക്ക് മിറ്റം അടിക്കണ്ടേ? സൂസേ, ഉറപ്പൊന്നും ആയിട്ടില്ല, എങ്കിലും ഒരു രൂപരേഖ അത്രേ ഉള്ളൂ. അപ്പോ ഞങ്ങളിതൊന്ന് ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്തെങ്കിലും ചെയ്യും. അത് അടുത്തു തൂണും പടിയൊക്കെ ആയിട്ട് ഇവിടെ സ്ട്രൈറ്റ് പിടിക്കും. എന്നാലൊന്ന് പറയാണ്ട് വന്ന പ്രാഞ്ചേട്ടാ, മെട്രോ ഇതിലേ വന്നാ നമുക്ക് ഇവിടുന്ന് കേറാല്ലേ? ഇതെന്തറിഞ്ഞിട്ടാ സൂസെ പറയണേ? ഇവിടെ തൂണ് വരുന്ന പറഞ്ഞ പിന്നെ എന്താ അതിന്റെ അർത്ഥം? അത് പാലത്തിന്റെ തൂണല്ലേ? പറ പ്രാഞ്ചേട്ടാ. എടി, ഇവിടെ തൂണ് വന്ന ഈ വീട് പോയി എന്നർത്ഥം. ശരിയാണല്ലോ, അത്ര വലിയ തൂണല്ലേ? അത് വീണാ വീട് ചതഞ്ഞത് തന്നെ. ഇവിടെ എന്തുട്ടേക്ക് നടക്കണേരി? ആ കുരുവി ആലീസ് ഇല്ലാത്ത നേരത്തെ ഇവിടെ ഭാഗവെപ്പ് നടത്തുക. പ്രാഞ്ചേട്ടന്റെ ഒരു സുഹൃത്തെ വില്ലേജ് ഓഫീസിലുണ്ട്. പുള്ളിക്കാരനെ വെച്ച് ചുളുവിൽ സ്ഥലം അങ്ങോട്ട് ഉണ്ടാക്കാന്ന് വെച്ചു. ആരോട് ചോദിച്ചിട്ട്? കുരുവില്ലാണ്ട് വല്ലതും ചെയ്യാൻ പാടുണ്ടേ? ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ട. ഒരു ഒത്തൊരുമ കണ്ടേ? കുടുംബസ്നേഹം. പ്രാഞ്ചേ, പ്രാഞ്ചേ, നീ ചെയ്ത പണി ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടാ? എന്തുട്ടാണ് ഇപ്പം പറഞ്ഞിട്ടുണ്ടാക്കണേ? ഇത് കുന്നംകുളം മെട്രോന്റെ അളവ് നടക്കുന്നുണ്ട്. അതിന്റെ ഒരു കുറ്റിയാണ് ആ കിടക്കുന്നത്. കുന്നംകുളം മെട്രോയാ? നീ എന്തുട്ടി പറയണേ? നമ്മുടെ കൊച്ചി മെട്രോ ഇല്ലേ, അത് കുന്നംകുളം വരെ വരാൻ പോവാ. എന്തിനീ കുന്നംകുളത്തോടെ വരണേ? ഇതിന് മാത്രം തിരക്കൊന്നുമില്ലടി. കൊച്ചി മെട്രോക്ക് വേണ്ടി തൂണ് വാർത്തു. ഇപ്പൊ അവർക്ക് എണ്ണം തെറ്റിയിട്ട് ഒരു 10-500 കൂടുതലായി ഇത്രേ. അപ്പൊ ഇത് വെറുതെ ഇട്ട് കേട് വരുത്തണ്ട വെച്ചിട്ട് അവിടെ ഇവിടെ ഒക്കെ കുഴിച്ചിട്ട് അതിൽ തുറന്നാണ് ഇപ്പൊ അവിടെ വരണേ. അപ്പം പാണങ്കാടൻ തറവാടിന്റെ മോളിൽ കൂടെ ഇനി മെട്രോ ട്രെയിൻ പറന്ന് ചീറി പാഞ്ഞു പോകുമല്ലേ? പാണങ്കാടൻ തറവാട് ഇവിടെ ഉണ്ടാവില്ല. മെട്രോ അങ്ങനെ ചീറി പാഞ്ഞു പോകും. ഇവിടെ തൂണ് വന്ന പെര പോവില്ലേ? അങ്ങനെ വരുമ്പോ ചോദിച്ച കാശ് കിട്ടില്ലേ ഭൂമിക്ക്? എന്നിട്ട് എവിടെ പോവാനാ? അവര് തരുന്ന കാശിന് പിന്നെ ഇത്ര നല്ല സ്ഥലം എവിടെ കിട്ടുക? അല്ലടാ, ഇനി നമ്മൾ എന്താ ചെയ്യാടാ? അടുത്ത കാലത്തൊന്നും ഇത് ഇവിടെ വരില്ല എന്നാണ് ആ അളന്നൂര് വന്ന് പറഞ്ഞേ. ചിലപ്പോ തട്ടി നീങ്ങി പോവാനും മതി, അതൊക്കെ ഒരു ആശ്വാസം. അല്ലടാ, ഇവിടെ ഒരു കാല്. അല്ലടാ, അതിനപ്പുറം ഇപ്പുറമുള്ള കാല് കാണാനില്ലല്ലോ. അത് നേരാണല്ലോ പ്രാഞ്ചേട്ടാ. അത് ഞാൻ ശ്രദ്ധിച്ചില്ലേട്ടാ.
ഇനിയിപ്പോ റോട്ടിലാവും. ഏയ് റോട്ടിലൊന്നും ഞാൻ കണ്ടില്ല. ഇനി ഏത് വഴിക്കണാവും അളവ് വരണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാലം ഇവിടെ ആണെങ്കിൽ കുറച്ച് അകലെയാണല്ലോ വേറെ കാലുണ്ടാവുക. ആ ഒരു കരഞ്ഞിന്റെ കാലിന്റെ അകലം ഉണ്ടാവില്ല. അത് വരും. അങ്ങനെയാണെങ്കിൽ ഒരു കാലം ഇവിടെ ഡേവിസിന്റെ പറമ്പിലാവും. ഏയ് അതിപ്പം നമുക്കറിയാൻ പറ്റില്ലല്ലോ. പണി തീർന്നെങ്കിലല്ലേ അറിയാൻ പറ്റുള്ളൂ. അവരിങ്ങോട്ട് വരണിച്ച് നമുക്കൊന്ന് ചോദിച്ചു. ആ വന്നോ? ഇനിയിപ്പൊ ആകെ കുഴപ്പാവൂലേ? എന്തേ? കുരുവിയേട്ടാ, ആ. ആലീസ് ചേച്ചി എവിടെ? അവൾക്ക് മെട്രോയിലെ കയറിയിട്ട് മതിയായിട്ടില്ലാന്ന്. ഏട്ടന്റെ കുട്ടികളായിട്ട് കാലത്ത് പോയതാ അവള്. അല്ല അപ്പൊ ആലിസേച്ചി ഇനി തനിച്ച് വരാനാ? 2 ദിവസം കഴിഞ്ഞിട്ട് വരാന്ന്. അവിടെ കട്ടെ, ഇവിടെ വന്നിട്ട് എന്താ കാര്യം? ആ പിന്നെ ഇളയപ്പം പറഞ്ഞിട്ടാ കാര്യങ്ങൾ അറിഞ്ഞു. നമ്മുടെ വീട് പോവാ പ്രാഞ്ചിയെ. പോവാനും വഴിയുണ്ട്, പോവാണ്ടിരിക്കാനും വഴിയുണ്ട്. നീ എന്താ ഈ കാലാവസ്ഥക്കാർ പറയണ പോലെ? നീ ഒരു കാര്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയേ. അല്ല ഞാൻ ഇപ്പൊ എന്തുട്ടാ പറയണേ, സർക്കാർ കാര്യല്ലേ? പ്രാഞ്ചേട്ടാ, ഞാൻ പുറത്തുനിന്ന് കൊറേ വിളിച്ചു. നിങ്ങളിവിടെ വലിയ ചർച്ചയിലല്ലേ? ആ ഞങ്ങള് മെട്രോയുടെ കാര്യം ചർച്ച ചെയ്യായിരുന്നു. ആ കാര്യം പറയാൻ തന്നെയാ ഞാൻ വന്നത്. സംഗതി നിങ്ങൾ വിചാരിക്കണ പോലെയല്ല, സീരിയസ് ആണ്. ആണോ? തൃശ്ശൂര് വരെ എന്തായാലും വരുന്നുണ്ട്. ഇനി തൃശ്ശൂരിന് കുന്നംകുളം വരെ നീട്ടുകയാണെങ്കിൽ അത് നമ്മുടെ വഴിക്കായിരിക്കും വരിക. തീരദേശ മെട്രോ. അയ്യോ, അപ്പൊ ഒന്നുമില്ല, സർക്കാർ തരുന്ന വില വാങ്ങി നമ്മളിത് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. അല്ല ഇപ്പൊ എന്താ ചെയ്യാ? നീ എന്താ ഈ ഞാനൊരു കാര്യം പറയാൻ ഗുരുവേട്ടാ, ശ്രദ്ധിച്ച് കേൾക്കണം. ആ വില്ലേജുണ്ടല്ലോ, ആ മെട്രോ കാര്യം ഈ വില്ലേജുകാര് ആരോടും പറഞ്ഞിട്ടില്ല. പ്രാഞ്ചേട്ടൻ നിർബന്ധിച്ചോണ്ടാണ് ഞാനത് ഇവിടെ വന്ന് പറയണേ. ആ അതെനിക്കും തോന്നിയായിരുന്നു. എന്ത് തോന്നിന്ന്? അത് പലരും അറിഞ്ഞിട്ടുണ്ട്. ഇളയപ്പൻ പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞു. അപ്പൊ ഇളയപ്പൻ എങ്ങനെ അറിഞ്ഞേ? ഏളയപ്പൻ ആ ന്യൂസ് ഇവിടുന്ന് കിട്ടിയതാ. അതെ, എന്തായാലും ഈ വാർത്ത ഇനി ഒരാളും അറിയരുത്, ഇവിടെ നിന്ന് ലീക്ക് ആവരുത്. അറിയാണ്ടിരുന്ന നമുക്ക് ഈ സ്ഥലം പെട്ടെന്ന് കച്ചവടാക്കാം. ആ വാങ്ങണോരെ നെഞ്ചത്താവും മെട്രോയുടെ തൂണ്. അത് ശരിയാട്ടോ പ്രാഞ്ചിയെ. സംഗതി ലീക്ക് ആവണതിന് മുമ്പ് നമ്മളിത് കൊടുക്കുകയാണെങ്കിൽ പറഞ്ഞ വില കിട്ടും. അതിന് മെട്രോ വരുന്നുണ്ടെന്നുള്ള സൂചന ഒന്നുമില്ലല്ലോ. ഇവിടെ അളവിന് വന്ന് കുറ്റിയടിച്ചു എന്ന് പറയണത് തന്നെ വലിയൊരു സൂചന അല്ലേ? അതും ശരിയാ. ആലോചിക്ക്. ശരിയായിരിക്കും. എന്തപ്പോ ചെയ്യമ്മള്? എന്നാൽ ഈ വീടൊക്കെ പോവാന്ന് പറഞ്ഞാ അല്ല ഇങ്ങനെ ആവുമ്പോ നല്ല വില കിട്ടും. ഏയ് അവര് തരുന്ന വിലയല്ലേ, നമുക്ക് ബാർഗൻ ചെയ്യാൻ പറ്റില്ല. അവരുടെ പിന്നെ പുറത്താരും അറിയാണ്ട് കൊടുത്താ. എന്നാലും നമ്മുടെ അപ്പൻ ആ ഫോട്ടോ കൊണ്ടുപോയാ പോരെ. ഒന്നാമത് ഇവിടെ മെട്രോ വരേണ്ട ഒരു ആവശ്യമില്ലടാ. ഓരോരോ മെട്രോ വന്നേക്കും. വണ്ടി ഓടാൻ തന്നെ സ്ഥലമില്ല, പിന്നെ ഇവരൊരു മെട്രോ വന്നേക്കും. എന്നാ സർക്കാരിനോട് പോയി പറയും ഞങ്ങളോട് ഇവിടെ കാര്യം. ഇതേ എല്ലാത്തിനും കൊടുക്കണ്ടാക്കും. നിങ്ങൾ രണ്ടാളും ആലോചിച്ച് തീരുമാനിക്കട്ടെ, അത് ഞാൻ ഡീൽ ചെയ്തോളാം. ആ ആലീസേച്ചി പറ. ഓ മെട്രോയുടെ വിശേഷങ്ങൾ പറ. നിനക്ക് താല്പര്യം ഉണ്ടാവില്ലല്ലോ. പക്ഷെ എനിക്കിപ്പോ താല്പര്യമുണ്ട്. പറ പറയ് സൂസേ, ഇത്രയും രസമുള്ളൊരു യാത്ര എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മള് വിമാനത്തിൽ കയറൂലേ, അതുപോലെ. അല്ല അതിന് നമ്മള് വിമാനത്തിൽ കേറിയിട്ടില്ലല്ലോ. അത് ഞാനൊരു ഒഴുക്കില് പറഞ്ഞതേ ഉള്ളൂ. എടി വിമാനത്തിൽ കയറി പറക്കൂലേ, അതേപോലെ നമ്മൾ അങ്ങ് കേറിയിരുന്ന് പറക്കണ പോലെ തോന്നും. നമ്മളിപ്പതേ ആദ്യം നമ്മൾ അങ്ങോട്ട് കേറൂലേ, സ്റ്റേഷനിലോട്ട് കയറി ടിക്കറ്റ് എടുക്കും. ടിക്കറ്റ് എടുത്ത് നമ്മളിങ്ങനെ കാലെടുത്ത് വെക്കണ എന്തിനാന്നറിയാമോ? കറങ്ങണ ചവിട്ടുപടി ഫുൾ ടൈം കറങ്ങിക്കൊണ്ടിരിക്കും. അതിനകത്ത് കയറി നമ്മളിങ്ങനെ നിക്കുമ്പോ, നീ കേറിട്ടില്ലല്ലോ? നീ കയറിയ വീഴും, ഭയങ്കര ബാലൻസ് വേണം. ശരിക്കും ബാലൻസ് ഉണ്ടായിരുന്നോ? പിന്നെ ഞാൻ ഒരുപാട് കയറിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ കേറി 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 നമ്മളിങ്ങനെ തന്നെത്താനെ പൊക്കത്ത് പോയി ഇറങ്ങും. പൊക്കത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഭയങ്കര പൊക്കത്താ മെട്രോ ഇരിക്കുന്നത്. ബസ്സൊക്കെ ഇങ്ങനെ താഴെ കൂടെ പോവുള്ളൂ. അവിടെ കൂടി ചെല്ലുമ്പോഴത്തേനും മെട്രോ പോയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നിനക്ക് അങ്ങനെ തോന്നിയില്ലേ? ഞാനങ്ങനെ വിചാരിച്ചതേ, ഇവൻ തമ്പുരാനെ ഇനി എന്ത് ചെയ്യൂന്ന്. കർത്താവിന്റെ മാലാക ചൊല്ലി നന്മറിയാൻ ചെല്ലുമ്പോഴത്തേനും അടുത്ത മെട്രോ വരും. എങ്ങനെയുണ്ട്? അല്ല അലീസേച്ചി, അപ്പൊ നമ്മൾ ഈ മെട്രോയിൽ കയറണമെങ്കിൽ ഇതൊക്കെ ചൊല്ലണോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞത് എന്റെ സൂസേ. പിന്നെ ആദ്യമായിട്ട് കേറുന്നവർക്ക് അതൊക്കെ ചൊല്ലാട്ടോ, ചൊല്ലി പോകും. എന്നിട്ട് പിന്നെ നമ്മള് നമ്മുടെ ഈ പുറംവശവും ഈ മുറിയും എങ്ങനെ ഇരിക്കും, അതേപോലെയാണ് മെട്രോയുടെ ഉള്ളു. അയ്യേ, അത്രേ വൃത്തിയുള്ള അതിനകത്ത്.
നീ ഒന്ന് പൊയ്ക്കേ. പറ. കാര്യല്ലാന്ന്. പിന്നെ എടി ഉയരമൊന്നുമില്ല, അതിങ്ങനെ നേരക്ക് ഓ കിടക്കാ. ഫ്ലാറ്റ് ആയി കിടക്കുവാണെന്നാ. ആ, അതന്നെ, അതന്നെ. എന്നിട്ട് പിന്നില്ലേ ആ? വാതില് വാതിലില്ലേ? വാതിലുണ്ട്, പക്ഷെ നീ കണ്ടിട്ടുള്ള പോലത്തെ വാതിലല്ല. പിന്നെ? എടി സ്വർണ്ണക്കടയുടെ ഓ വാതിലില്ലേ, നമ്മൾ ചെന്നുടഞ്ഞിങ്ങനെ തുറക്കണ വാതില്. തുറക്കും. ആഹാ. തുറക്കല് മാത്രല്ല, പിന്നെ ഞാനിങ്ങനെ കേറി. ഉം. ആലീസേ സ്വാഗതം ഓ പറഞ്ഞു. ചേച്ചിയോടണം. ദേ നീയാ കയറണെങ്കി സൂസേ സ്വാഗതം. കുരുവേട്ടനെ വിളിച്ചല്ലോ, കുരുവേട്ട സ്വാഗതം. ആ, അതെന്താ സംഗതി എന്നറിയാമോ? ആ? നമ്മൾ ആദ്യം ടിക്കറ്റ് എടുക്കാൻ കയറിയില്ലേ, അവിടെ ഒരു കമ്പ്യൂട്ടർ ഇരിപ്പുണ്ട്. ആ കമ്പ്യൂട്ടർ നമ്മളതിങ്ങനെ അടിമുടി ഒരു നോട്ടം നോക്കും. അപ്പോഴത്തേനും നമ്മുടെ പേര് മനസ്സിലാവും. അതാണ് ഈ കയറിയ ഉടനെ ആലീസേ സ്വാഗതം, സൂസേ സ്വാഗതം നീ വിളിച്ചു പറയണത്. അത് സംഗതി കൊള്ളാലേ ചേച്ചി. ആ എന്നിട്ട് എന്നിട്ട് ആ? വേറൊരു കാര്യം, ആ? നമ്മുടെ മറ്റേ പല്ലിന്റെ ഡോക്ടർ ഇല്ലേ, വിക്ടർ, ആഹാ. ഡോക്ടറുടെ റൂമിൽ കയറുമ്പോ എങ്ങനെയാണ്? ഫുള്ള് തണുപ്പല്ലേ ചേച്ചി? അതേപോലെയാണ്. ഇപ്പതേ നമ്മള് മെട്രോയുടെ അവിടെ നിക്കണേന്ന് വിചാരിച്ചോ, അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴില്ലേ, അപ്പൊ അങ്ങേ അറ്റം മെട്രോയുടെ അങ്ങേ മുന്നേ വശം വരെ കാണാൻ പറ്റും. ഫുള്ള് കണ്ണാടിയല്ലേ? കണ്ണാടി മാത്രല്ലടി, ഇങ്ങനെ ഓരോ തൂണ് മാത്രമേ ഉള്ളൂ. ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല ഇതിനകത്ത്. ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് സൂസേ, അതല്ല ബസ് പോലെയൊക്കെ ഇരിക്കും, സൈഡിലൊക്കെ സീറ്റ് ഉണ്ട്. പിന്നെ എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മളോട് അനുവാദം ചോദിക്കും. ആര്? പ്രാഞ്ചി, നിന്റെ പ്രാഞ്ചി. ആരാന്ന് പറ. മെട്രോ. ഓ അപ്പൊ ഈ മെട്രോ എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ ഓണർ അല്ലേ? അതെ, മെട്രോ എന്ന് പറയുന്ന ആളാണ് ഓണർ. കൊല്ലൂട്ട സൂസൻ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ കമ്പ്യൂട്ടറിന് നമ്മളെ നോക്കിയില്ലേ? അതെ എടി, ഈ കമ്പ്യൂട്ടറാണ് നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴത്തേ പാലാരിവട്ട എത്തിയിട്ടാ, കുമ്പളങ്ങി എത്തിയിട്ടാ എന്ന് പറയും. ഡോർ അടയ്ക്കട്ടെ, ഡോർ തുറക്കട്ടെ, ഇങ്ങനെയെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കും. പഞ്ചപാവാടി എന്ത് സ്നേഹാന്നറിയോ? ആലീസ് ചേച്ചി അധികം വൈകാതെ തന്നെ ഇവിടെ എത്തും കുന്നംകുളം മെട്രോ. അപ്പൊ എനിക്ക് വേലൂര് പോനെ ദേ അവിടെ കാണുന്ന തൂണിന്റെ മുകളിൽ കയറിയാൽ മതിയായിരിക്കും അല്ലേ? അപ്പോഴത്തേനും നമ്മൾ ഇവിടുന്ന് സ്ഥലം മാറി പോവും മോളെ. ഞാനും കുരുവേട്ടനെ എന്തായാലും കൊച്ചിയിലോട്ട് പോകും. ഡേയ്സ് മോൾ അവിടെ പഠിക്കാൻ ചേർക്കണേ. അവക്കാവുമ്പോ എല്ലാ ദിവസവും മെട്രോയിൽ കയറി പോകുമ്പോ അതൊരു വേറെ വെയിറ്റാ. ഞങ്ങളെ വേലൂരേക്കും പോകും. പിന്നെ ഈ കുന്നംകുളം മെട്രോ വരുമ്പോ ഈ കൊച്ചി മട്ടയൊക്കെ പഴഞ്ച ഞാവില്ലേ ആലീസ് ചേച്ചി? എന്ത് പഴഞ്ചൻ സൂസേ, കൊല്ലം കൊല്ലം നല്ലോണം അങ്ങോട്ട് പെയിന്റ് അടിച്ച് വിട്ടാലുണ്ടല്ലോ, നല്ല വെട്ടി തിളങ്ങും മെട്രോ. മതി മതി കത്തി അടിച്ചത്. അടുക്കളയിലേ കൊറേ പണിയുണ്ട്. വാ. 4 പേർക്ക് വെച്ച് വിളമ്പാനേ 10 പേരുടെ ആവശ്യം അടുക്കളയിലില്ല. ഞാനിവിടെ ചൂലും പിടിച്ച് നിൽക്കണ കണ്ടില്ലേ നീ? മണിക്കൂറോളം ചൂലും പിടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നീ അല്ലേ ഇപ്പൊ എന്നെ മെട്രോളോട് കുട്രോളോടെയൊക്കെ വിശേഷം ചോദിച്ചു നിന്നത്, എന്റെ സമയം കളഞ്ഞത്. അത് പിന്നെ വെറുതെ അറിഞ്ഞിരിക്കാന്ന് കരുതിയല്ലേ. ഇവിടെ വരുമ്പോ എങ്ങനെയാ അതിൽ കയറണമെന്നൊക്കെ അറിയണ്ടേ? ഒട്ടും മനസ്സിലിടാ, പക്ഷെ എന്താ ചെയ്യലേ. പ്രാഞ്ചിയെ, ഈ വീട്ടിൽ കിടന്ന് മരിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. അതിപ്പോഴും പറ്റും. ജീവിക്കാനാ ബുദ്ധിമുട്ട്. തൂങ്ങിച്ചാവണ കാര്യല്ലേ പറഞ്ഞ്, ജീവിതാവസാനം മരിക്കേണ്ട കാര്യ പറഞ്ഞ്. ചാവണ കാര്യം പറഞ്ഞവരുടെ അടുത്ത് പിന്നെ എന്തുട്ടാ പറയാ? അല്ല ഇപ്പൊ ഇത് എന്തുട്ടാ ചെയ്യാൻ പരിപാടി? ഇത് കൊടുത്തിട്ട് ഞാൻ കുന്നംകുളത്ത് അങ്ങോട്ട് താമസം മാറില്ല, ഞാൻ കുന്നംകുളത്ത് തന്നെ ഇരിക്കും. എന്നിട്ട് ഞാൻ എന്ന് പറയുന്നത് നമ്മുടെ കാര്യം പറയും. നിന്റെ കാര്യം എങ്ങനെ ഞാൻ പറയാ? ഇവിടെ മെട്രോ വരണമെന്ന് പറഞ്ഞപ്പോ തന്നെ സൂസൻ പറയുന്നത് കേട്ടുള്ളൂ അവളുടെ വീടിനോട് പോണെന്ന്. നീ അവളുടെ വാക്കും കേട്ടാ പോയാലോ? അവളുടെ വാക്കും കേട്ട് നടക്കണ ആളാണല്ലോ. അല്ല പിന്നെ നീ വെറുതെ ആളെ കൊണ്ടുണ്ട്. അതെ അതെ, മെട്രോ വരണ കാര്യം ഇവിടെ വിളമ്പണ്ട. അറിഞ്ഞിട്ടില്ലാത്ത കാര്യം പിന്നെ എങ്ങനെ പറയാം? അതെ അതെ അതെ, ഇത് മൊത്തം എത്ര സെന്റ് ഉണ്ട്? ഇത് 24 സെന്റ് ഉണ്ട്. അല്ല ഇതിപ്പോ പെട്ടെന്ന് കൊടുക്കാന്ന് വിചാരിച്ചു. അല്ല അത് അല്ല ഇപ്പൊ ഞങ്ങള് ഇവിടെ തനിച്ചല്ലോ, ഏട്ടങ്കടി ഉണ്ടല്ലോ. ഇവരുടെ ഫാമിലി ഇവിടെ ഉണ്ട്. അപ്പൊ പിന്നെ 2 വീട് വെച്ച് എങ്ങനെ മാറി താമസിക്കണം? അതിനുള്ള സ്ഥലം ഇവിടെ തന്നെ ഉണ്ടല്ലോ. പിന്നെ അല്ല അതിനെന്തോ ഞാനിവിടെ പറ്റില്ലല്ലോ. ഞാന് എന്റെ ഭാര്യ ഇവിടെ എറണാകുളത്താണ്, ഞാൻ അങ്ങോട്ട് താമസം മാറും. ഈ പ്രാഞ്ചേട്ടൻ കുന്നംകുളത്ത് ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ഫ്ലാറ്റ് സംസ്കാരമാണല്ലോ അല്ലേ? അല്ല എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല അത് ഇതിന്റെ തൊട്ടപ്പുറത്ത് മാത്യു സാറിന്റെ വീടുണ്ടായിരുന്നു. അത് സെന്റിന് 8 ആയിട്ടാ കൊടുത്തത്. അപ്പൊ നമുക്ക് സെന്റിന് 8 ആയിട്ട് കിട്ടുമെങ്കിൽ കൊടുക്കാം. അത് കൊടുക്കാം. അതെ, കഴിഞ്ഞ മാസം 8-ന് കച്ചവടം നടന്നു. അതെ അതാണ്. അതെ, അതൊക്കെ ഉണ്ടാവും. ഈ GST വന്നതോടുകൂടി ടാക്സും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ടാവും. സെന്റിനൊരു 1.5 വെച്ചതാണെങ്കിൽ അത് വില സെന്റിന് 1.5. എന്റെ പ്രാജിയെ, ഈ വഴിയാണ് മെട്രോ പോണെന്നുള്ള വിവരമൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയാം. സർക്കാർ ചിലപ്പോ തരേ 1 ലക്ഷം ഉറുപ്പ്യ വെച്ചിട്ടാവും.
ഇവിടെ മെട്രോ വരണ്ട. അതാരാ നിങ്ങളോട് പറഞ്ഞേ? അതെ, ഞങ്ങൾ സ്ഥല കച്ചവടക്കാരാണ്. എവിടെ എങ്ങനെ എന്ത് നടക്കുന്നു ഞങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ അറിയുള്ളൂ. സെന്റിന് 1.5 പറയുമ്പോ തിരക്കില്ല, നല്ലോണം ആലോചിച്ചിട്ട് മതി. അതെ, നിങ്ങൾ ഇനി എത്ര ഒതുക്കി വെച്ചാലും ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരും ഈ വിവരമൊക്കെ അറിഞ്ഞിട്ടുണ്ട്. 1.5 കിട്ടുന്നത് മേടിച്ച് സ്ഥലം കാലിയാക്കി നോക്കണ പ്രാഞ്ചിയെ. ദിവസങ്ങൾ കഴിയുന്നോറും അതും ഇല്ലാണ്ടാവും. അല്ല, അതാണ് സത്യം. 8 എന്നുള്ളത് 1.5 പറയുമ്പോഴേ പതുക്കെ മതി, ആലോചിച്ച് സമയം എടുത്തിട്ട് മതി. ആലോചിച്ചിട്ട് നല്ല തൃപ്തി ഉണ്ടെങ്കിൽ മതി. വർദ്ധനോട് പറഞ്ഞാ മതി. അതല്ലേ. ഉണ്ട്. പിന്നെ ഒരു കച്ചവടാകുമ്പോഴുള്ള ചെറിയ നീക്ക് പോക്കാവാ, വലുതായിട്ട് പ്രതീക്ഷിക്കരുത്. അതാണ്. അല്ല, പക്ഷെ എന്നാ വരട്ടെ, ഒന്ന് കാണണോട്ടാ. എന്നാ ശരി. എനിക്കറിയില്ല. ഇതിപ്പോ അവിടുന്ന് ഇവിടുന്ന് കിട്ടാണല്ലോ. ഓടാ കമ്മീഷനല്ല എന്ന് മാത്രം. 1.5 ഉറുപ്പ്യ 8 ലക്ഷത്തിന്റെ മെട്രോ എന്റെ കൂടെ കയറി പോകാല്ലേ. സത്യം. ചേട്ടാ, നമ്മുടെ ആകെ കൂടിയുള്ള പ്രതീക്ഷയല്ലേ ഈ വീടും സ്ഥലവും. ഇത്രയും ചെറിയ കാശിന് കൊടുത്തിട്ട് നമ്മൾ എങ്ങടാ പോണേ? ആര് കൊടുക്കണേ? പിന്നെ മെട്രോ വന്ന നമ്മൾ എന്ത് ചെയ്യും? മെട്രോ വരട്ടെ, അപ്പൊ ആലോചിക്കാം. അതൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? ഈ മുറ്റത്ത് കുറ്റി കുത്തിയ പോലെ വേറെ എവിടെയെങ്കിലും കുറ്റി കുത്തിണ്ടാ? നീ കണ്ടുണ്ടോ? അതിന് ഞാൻ എങ്ങനെയാ കാണുക? നിങ്ങളല്ലേ പുറത്തേക്ക് പോണേ? എന്നാ വേറെ എവിടെയും കുറ്റിയില്ല, ആളൊന്നും പോയിട്ടുമില്ല. അപ്പൊ ഈ ഒരൊറ്റ തൂണ് മതിയോ എറണാകുളത്തുനിന്ന് കുന്നംകുളം വരെ വരാൻ? രണ്ടും കൊളല്ലേ സൂസേ. ആകെ കൊളാക്കാനായിട്ട് ചിലവര് ഇറങ്ങി തിരിച്ചിണ്ടാവും. ആര്? എനിക്കൊന്നും മനസ്സിലാവണില്ല. ലോകത്ത് എങ്ങനെയൊക്കെയാണ് മനുഷ്യരെ പറ്റിക്കണെന്ന് വല്ല നിശ്ചയണ്ട. ആരാരെ പറ്റിച്ചു എന്നാ പ്രാഞ്ചേട്ടൻ ഈ പറയണേ? അതൊക്കെ ഉടനെ തന്നെ തെളിയും. ഞാൻ അതിനുള്ള കരുക്കളൊക്കെ നീക്കിയിട്ടുണ്ട്. നീ സമാധാനിക്ക്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പ്രാഞ്ചേട്ടാ. ഇവിടെ മെട്രോ അല്ല വരണേ, പിന്നെ വിമാനത്താവള. എന്ത് വിമാനത്താവളോ? ആ, ഗുരുവായൂർ അമ്പലത്തിലേക്കും പാലേരി പള്ളിയിലേക്കും ഇവിടെ മണത്തല പള്ളിയിലേക്കൊക്കെ ഇവിടുന്ന് വിമാനത്തിന് പോകാൻ പറ്റുക നല്ലതല്ലേ? ഞാനേ ഇക്കാര്യം ഇപ്പൊ തന്നെ അലിസേച്ചിനെ വിളിച്ചു പറയട്ടെ. അലിസേച്ചി, ഇപ്പൊ പറയണ്ട, സമയം തരാ. അല്ല പ്രാഞ്ചേട്ടാ, വിമാനത്താവളം വന്നതിന് പിന്നെ നമ്മളെങ്ങോട്ടാ പോവാ? എവിടേക്കും പോണ്ട. അവരുടെ കൺട്രോൾ റൂമിൽ ഉമ്മക്ക് താമസിക്കാൻ 2 ബെഡ്റൂം തരും. മക്കൾക്കൊക്കെ വിമാനത്തിൽ സ്കൂളിലേക്കും പോവാ. പോ പ്രാഞ്ചേട്ടാ, വെറുതെ പൊട്ടത്തിനെ വിളിച്ചു പറയാം. അപ്പൊ അതല്ലടി പറഞ്ഞു, ഒന്ന് ക്ഷമിക്കാൻ. അല്ല, ശരിക്കും പറഞ്ഞാണോ വിമാനത്താവളം വരുന്നു? പൊന്നേ, ഇങ്ങനൊക്കെ നിന്നോട് പറഞ്ഞിട്ടും നീ അതൊക്കെ വിശ്വസിച്ചപ്പോഴോ? വരുന്നല്ലോ മെട്രോയുടെ ആൾക്കാര്. ഇറങ്ങി വേണേ. അല്ല ചേട്ടാ, ഈ സാറന്മാരാണ് അളക്കാൻ വന്നവര്. എടി, ബസ്സിൽ വെച്ചിട്ട് ശാന്ത എന്ന് പറഞ്ഞൊരു പെണ്ണിനെ കയറി പിടിച്ചിട്ട് പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്തില്ലേ? അത് വരാ പരോളിൽ ഇറങ്ങിയപ്പോ തുടങ്ങിയതാ പുതിയ പണി. ഈ സൂത്രം എന്തായാലും നന്നായി. അല്ലത് കേട്ടാ ആരും വിശ്വസിച്ചു പോയി. ഈ അടുത്ത് ഒരു വക്കീല് വ്യാജരേഖ ഉണ്ടാക്കി ഒരാളുടെ സ്വത്തൊക്കെ അടിച്ചെടുത്തെന്ന് പറഞ്ഞില്ലേ? അതുപോലെ അതും സ്വന്തം ചേച്ചിയെ മരിച്ച ആളുടെ ഭാര്യ എന്നുള്ള രേഖ ചമച്ചുണ്ടാക്കിയ സ്വത്തൊക്കെ അടിച്ചു മാറ്റിയത്. ഞാനും വിശ്വസിച്ചു. അതുകൊണ്ടാണല്ലോ കച്ചവടക്കാരെ കൊണ്ടുവന്നത്. നീ കൊണ്ടുവന്ന കച്ചവടക്കാര് ഇവരുടെ ആൾക്കാരാന്ന് എന്നേക്കാ കൂടുതൽ അറിയണത് നിനക്കല്ലടാ. അല്ലടാ എന്തുട്ടാ നീ പരിഗണേ? പ്രാഞ്ചേട്ടാ, 10 രൂപ കിട്ടണോടേ വെറുതെ ചാടി വീഴില്ലേ? അപ്പൊ ഇവനും കൂടി ചേർന്നിട്ടുള്ള പ്ലാനായത്? അല്ല, ഇവനെ ഇവര് വിശ്വസിപ്പിച്ചതാ. അപ്പൊ ഒരു കച്ചവടല്ലേന്ന് കരുതിട്ട് കൂടെ കൂടിയതാണ് ഇവനും. മെട്രോ വരുന്നുണ്ട്, സർക്കാർ സ്ഥലം വാങ്ങിക്കണേക്കാട്ടും മുന്നേ മറിച്ചു വിറ്റോളം പറഞ്ഞ ആൾക്കാരെ പേടിപ്പിക്കായിരുന്നു. ഞാൻ അറിഞ്ഞില്ല പ്രാഞ്ചേട്ടാ. സ്ഥലത്തിന് വില കുറച്ച് കാണിച്ചിട്ട് ചുളിവിനെ അടിച്ചെടുക്കണ പരിപാടി പണ്ടേ ഉള്ളതാ. ഇപ്പൊ അത് മെട്രോയുടെ പേരിലായിന്ന് മാത്രം. എന്തായാലും നാടകം നന്നായി.
അപ്പൊ വിമാനത്താവളം വരുന്നു പറഞ്ഞിട്ട് എന്ത് പറഞ്ഞാലും വിശ്വസിക്കണ കാലല്ലേ. അത് ഞാൻ ഒരു നമ്പർ ഇട്ടതാ. അല്ലടെ ഇവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അവരടിച്ച കുറ്റിയല്ലേ, പറിച്ച് ഊരി എടുത്ത് മുറ്റം ക്ലിയർ ആക്കിട്ട് പോട്ടെ. എന്നാ പിന്നെ കഴിക്കണ്ട കുറ്റി പറിക്കടേ. ചെല്ല് ചെല്ല്. ഞാനിതിനെ കുറിച്ചൊന്ന് കാര്യമായിട്ട് അന്വേഷിച്ചപ്പോഴാണ് സംഗതി തരികടെന്ന് മനസ്സിലായത്. അല്ലടാ, അപ്പൊ ഈ കുന്നംകുളത്ത് എന്തെങ്കിലും മെട്രോ വരുമോ? കാലം കടന്നു പോകുമ്പോ വരാനും സാധ്യതയുണ്ട്. എന്തൊക്കെ വന്നാലും സർക്കാരിന് ഭൂമി വിട്ടു നൽകുന്നവർ കടുത്ത മാനസിക വ്യതയിലാണെന്നും കൂടുതൽ നഷ്ടപരിഹാരം നൽകണമെന്നും ഹൈക്കോടതിയുടെ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഞാനും വായിച്ചു. പൊതു ആവശ്യങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കാനുള്ള 2013 നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഭൂ ഉടമകൾക്ക് കൃത്യമായി നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ഹൈക്കോടതി വിധിച്ചിട്ടുണ്ട്. അല്ല, എന്ന് വെച്ചത് എത്രയാ? കമ്പോള വിലയും അത്ര തന്നെ ആശ്വാസ വിലയും അതിന്റെ വിപണി വിലയും പലിശ അടക്കം ഉൾപ്പെടുത്തി നഷ്ടപരിഹാരം നിർണയിക്കാൻ വ്യവസ്ഥയുള്ള പുതിയ നിയമം 2014 നിലവിൽ വന്നിട്ടുണ്ട്. പൂവ ഞങ്ങളങ്ങോട്ട് പൊക്കോട്ടെ. കുറ്റി പറിച്ചോ? എന്നാ പോയിക്കോളൂ. ഇനി ഏത് വേഷത്തിലാ എവിടെ അവതരിക്കാന്നും കൂടി അറിഞ്ഞ സന്തോഷായി. ഇങ്ങനെ ഓരോ കള്ളത്തരം കാണിക്കാനായിട്ട് പോകേണ്ട തല ഉണ്ടായാ മതി ലോകം നന്നാവാൻ. പക്ഷെ നല്ലതിനായിട്ട് ഉപയോഗിക്കില്ലല്ലോ അല്ലേ? ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, വളഞ്ഞ വഴി കൂടെ കിട്ടണത് എത്ര കാശായാലും ശരി നമ്മക്കത് വേണ്ട. എന്തെങ്കിലും തരികയുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തോടെ നിർത്തി. കർത്താവിന് സ്തുതി. നീയെങ്കിലും നന്നായല്ലോ. അല്ലട പ്രാഞ്ചിയെ, നമ്മുടെ വടക്കേ പുറത്തുള്ള വലിയ ചന്ദനമരല്ലേ, അതാരും കാണാണ്ട് വെട്ടിവെക്കാൻ നമ്മള് ബർദൂനെ ഏൽപ്പിക്കാന്നല്ലേ വിചാരിച്ച്. ഇനിയിപ്പോ എന്തായാലും വേണ്ട ഗുരുവേട്ടാ, അവൻ നന്നായില്ലേ. പ്രാഞ്ചേട്ടാ, അതും കൂടി കഴിഞ്ഞിട്ട് നന്നായ പോരെ? എടാ, ഈ നായയുടെ വാല് കുഴലിലിട്ട കഥ കേട്ടിട്ടുണ്ടോ നീ? നന്നായി.